ഹായ് ഗൈസ്, എല്ലാവർക്കും ബി എസ് സി ഗേളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 18ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് 2026 നടന്ന എക്സൈസ് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ശരിയായിട്ടുള്ളത്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഇവിടെ ഓപ്ഷൻ ബി, ലോർഡ് ഡഫറിനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആത്മോപദേശ ശതകം, ആദിഭാഷ, പ്രാചീന മലയാളം, അഭിനവ കേരളം. ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ആദിഭാഷയും പ്രാചീന മലയാളവുമാണ്. ഇവിടെ അപ്പോൾ അല്ലാത്തതായി വരുന്നത് ഓപ്ഷൻ 1ഉം 4ഉമാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതും അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റെതുമാണ്. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഇവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇവിടെ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. MGS നാരായണനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഇവയെല്ലാം ശരിയാണ്. സാൻ മിൻ ചുയി ഇവ എന്താണ്? സാൻ മിൻ ചുയി എന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നതാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സാൻ മിൻ ചുയി ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം ഇവിടെ ഓപ്ഷൻ ഡി, 205 കിലോമീറ്റർ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദേശീയ ജലപാത 3 എവിടെ മുതൽ എവിടെ വരെയാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ എ, മഹേന്ദ്രഗിരിയാണ്. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഇവിടെ ഓപ്ഷൻ സി, ഗയറുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ്, സ്ട്രാറ്റസ്, നിംബസ്, ക്യുമുലസ്. ഇവയിൽ ഏതാണ് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നവ? ഇവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നവ ഓപ്ഷൻ എ, സിറസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കോണ്ടൂർ രേഖകളെ കുറിച്ചിട്ടാണ്. കോണ്ടൂർ രേഖകളെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചെരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചെരിവിനെയും കാണിക്കുന്നു. പ്രസ്താവന 2, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ്. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചെരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചെരിവിനെയുമാണ് കാണിക്കുന്നത്. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ: പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ?
നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് മൂന്നാം പദ്ധതിയുടെയും നാലാം പദ്ധതിയുടെയും ഇടയിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോബർ മോഡൽ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇവിടെ ഓപ്ഷൻ സി 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇവിടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഒന്നാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടില്ല. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. അതും തെറ്റായിട്ടുള്ളവയാണ്. ഹരിത വിപ്ലവം വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര കാലഘട്ടത്തിലാണ് നടന്നത്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ഇറക്കുമതി ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിംഗ് നിർത്തലാക്കി. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്കു കുറച്ചു. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്കു കുറച്ചു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പുത്തൻ സാമ്പത്തിക നയങ്ങളിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിംഗ് നിർത്തലാക്കി. ഇവ മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡ് സ്ഥാപിതമായത് 1985 നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായി സ്ഥാപിതമായി. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. നബാർഡ് സ്ഥാപിതമായത് 1985 1982 നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായിട്ടല്ല, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായിട്ടാണ് നബാർഡ് സ്ഥാപിതമായത്. താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. DSIP ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. നീതി ആയോഗിന്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 4ഉമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ക്ലോഡിയയ്ക്കായിരുന്നു. വാണിജ്യവുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. ദത്തെടുക്കൽ, വനം, തൊഴിലാളി സംഘടന എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻ സി അനുച്ഛേദം 338B ആണ്.
ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദം ആകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് 164(2) അനുച്ഛേദം പ്രകാരമാണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗം തന്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുകളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. ഒരു പണബിൽ നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 198 1-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒരു സംസ്ഥാനത്തെ നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെ സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഒരു പണബിൽ നിയമസമിതിയിൽ അവതരിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 198 1-ാം അനുച്ഛേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. ഇവ 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി 131-ാം അനുച്ഛേദമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ ഓപ്ഷൻ ബി 131-ാം അനുച്ഛേദമാണ് ശരിയായിട്ടുള്ളത്. HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഓപ്ഷൻ സി I.K. ഗുജ്റാൾ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9-നാണ്. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9-നാണ്. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഓപ്ഷൻ ബി K. എബ്രഹാം മാത്യു ആണ്. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഓപ്ഷൻ എ തൊഴിൽ വകുപ്പാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ഓപ്ഷൻ ഡി ശ്രീ K. രാജനാണ്. അടുത്തത്, മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? AB ഗ്രൂപ്പിൽ ആന്റിജനുകൾ ഉണ്ടായിരിക്കും, Aയും Bയും, എന്നാൽ ആന്റിബോഡികൾ ഇല്ല. അതിനാലാണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കും, പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. അതുകൊണ്ടാണ് AB ഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത്. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്?
മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ സി താലോലം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് എന്തിനാണ്? ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി ലേബൽ നൽകപ്പെടുന്നത് പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്കാണ്. ബ്ലൂ ഫ്ലാഗ് എന്ന ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്കാണ്. അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. ഇവയെ ചേരുംപടി ചേർക്കുക. ഇവിടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്നാണ്. റിലാക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണ്ഡാശയത്തിൽ നിന്നാണ്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയിൽ നിന്നാണ്. മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷ ഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. ഒരു ബസ്സിൽ റിയർവ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രതാ ആരം നിർണ്ണയിക്കുക. ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും വക്രതാ ആരം. ഇവിടെ ഓപ്ഷൻ സി 1.2 മീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിൽ താപനില എത്രയായിരിക്കും? 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് താപനില എത്രയാണ്? ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഓപ്ഷൻ ഡി ഡെന്നിസ് ടിറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് ഏതാണ്? ഇവിടെ സിങ്കിന്റെ അയിരായിട്ട് വരുന്നത് കലാമിൻ ആണ്. ഓപ്ഷൻ ബി കലാമിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. ഇവ മൂന്നും സംക്രമണ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവയാണ്. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നില്ല. ഇവിടെ ഓപ്ഷൻ സി മൂന്നാമത്തേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏതു കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനുമായിരുന്നു. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനുമായിരുന്നു. മുക്തകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ ഓപ്ഷൻ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ ഓപ്ഷൻ ബി കായിക ഫീച്ചർ ആണ്. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ്. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണനാണ് ചെയർമാൻ. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.